ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഈസി മെഡിക്കൽ കോഡിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പാത്തോളജി ആൻഡ് ലാബോറട്ടറിയുടെ ഗൈഡ് ലൈൻസുമായിട്ടാണ്. അപ്പം ഇനി പാത്ത് ആൻഡ് ലാബും പിന്നെ മെഡിസിനും ഒക്കെ നമുക്ക് പെൻഡിങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ഗൈഡ് ലൈൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ കരുതി ഫസ്റ്റ് നമുക്ക് പാത്തോളജി ആൻഡ് ലാബോറട്ടറി ചെയ്യാമെന്ന്. എനിക്ക് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു പ്രീവിയസ് വീഡിയോസിനകത്തിലൊക്കെ മെഡിസിനും ലാബും ചാപ്റ്റേഴ്സ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. ഇത് ചെറിയൊരു ചാപ്റ്ററാണ്, ഒരുപാട് വലുതൊന്നും അല്ല, അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ അല്ല. പക്ഷേ പലർക്കും എനിക്കൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടമല്ലാത്തൊരു ചാപ്റ്ററാണെന്ന് തോന്നി ഈ പാത്തോളജിയും മെഡിസിനും ഒക്കെ. ഓക്കെ, ഗൈഡ് ലൈൻസ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിനെ പറ്റിയും അതിൻ്റെ പ്രിപ്പറേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്, അത് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഗൈഡ് ലൈൻസ് കാണാം. ലാബോറട്ടറി ആൻഡ് പാത്തോളജി ഇത് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് നമ്മൾ ഈ സി പി ടിയിൽ ഓരോരോ സെക്ഷൻസായിട്ടാണ് പഠിക്കുന്നത് അല്ലേ. ഈ ആൻഡം പഠിച്ചു, സർജറി പഠിച്ചു, പിന്നെന്താണ് സ്കിന്ന് പഠിക്കുന്നു, അങ്ങനെ ഓരോരോ സെക്ഷൻസായിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റുകൾ, ബയോപ്സികൾ, യൂറിൻ ടെസ്റ്റ്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിന് അതിനെ എങ്ങനെയാണ് നമ്മൾ കോഡിങ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡ് ഇതാണ്. ലാബോറട്ടറിയിൽ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ചാപ്റ്ററിൽ എവിടെയും നമ്മൾ എന്ത് ചെയ്യില്ല, മോഡിഫയർ 51ഉം 52ഉം യൂസ് ചെയ്യില്ല. ഓക്കെ, അപ്പം നിങ്ങളിത് അറിഞ്ഞിരുന്നാൽ തന്നെ, ഇതൊന്ന് മെമ്മറൈസ് ചെയ്ത് വെച്ചാൽ തന്നെ ഓപ്ഷൻസിൽ എവിടെയെങ്കിലും മോഡിഫയർ 51 ഒക്കെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നോക്കാതെ തന്നെ ആ ഒരു ഓപ്ഷനെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഓപ്ഷൻസ് മാത്രം നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഇതിനകത്തിലെ ഒരു മെയിൻ ഗൈഡ് ലൈനാണ് ഈ 51ഉം 52. അത് ഓർത്ത് വെച്ചോളാം. പിന്നെ ഇതിൽ വരുന്ന ഗൈഡ് ലൈൻസ് നമുക്ക് ഓരോ സെക്ഷൻ പറയുമ്പോൾ അവിടെ വരുന്ന ഗൈഡ് ലൈൻസ് നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, തുടക്കത്തിൽ ഞാൻ എല്ലാം കൂടി പറയുന്നില്ല. ഇതിനകത്തിൽ നിങ്ങൾക്കറിയാലോ, ഇത് 8 സീരീസാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, ഓർഗൻ ഓർ ഡിസീസ് ഓറിയൻറ്റഡ് പാനൽസ് ആണ്. എന്താണ് പാനൽസ്? ഇത് കുറേ സെറ്റ് ഓഫ് ടെസ്റ്റുകളെ ഒറ്റ ഒരു കോഡ് കൊടുത്തിട്ട് ഒറ്റ ഒരു ടെസ്റ്റ് പോലെ, അതായത് ഇപ്പം നമ്മൾ ഒരു കോഡിങ് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 80047 എന്ന് പറഞ്ഞ ഒരു ഒറ്റ കോഡ് നമ്മൾ ചെയ്താൽ ആ ഒരു കോഡിനകത്ത് എന്തുണ്ട്, കുറേ ലിസ്റ്റ് ഓഫ് ടെസ്റ്റുകളുണ്ട്. ഓക്കെ, ഇത് കുറേയും കൂടി നമുക്ക് ഈസിയാണ്. പാനൽസ് കൊണ്ടുള്ള ഒരു ഉദ്ദേശം അതാണ്, കുറേ കൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഡിങ് ചെയ്യാൻ പറ്റും. അതായത് മിക്കവാറും എന്തെങ്കിലും ഒരു ഡിസീസിന് അല്ലെങ്കിൽ എന്തെങ്കിലും കുറേ സിംറ്റംസിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടി വരുന്ന കുറേ ലിസ്റ്റ് ഓഫ് ടെസ്റ്റുകൾ, എല്ലാ ഡോക്ടേഴ്സും ഫോളോ ചെയ്യുന്ന കുറേ ലിസ്റ്റ് ഓഫ് ടെസ്റ്റുകളുണ്ടാകും. അപ്പോൾ അതിനെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പാനലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒരുപാട് പാനലുകളുണ്ട്. അപ്പം ഇപ്പം നമ്മുടെ ടെക്സ്റ്റിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു പാനൽ നമുക്ക് എടുക്കാം, 80047. എന്താണത്? ബേസിക് മെറ്റാബോളിക് പാനൽ. ഓക്കെ, അപ്പോൾ ഈ ബേസിക് മെറ്റാബോളിക് പാനൽ, അപ്പോൾ ഇതിനകത്ത് വരുന്ന ടെസ്റ്റുകളാണ് എന്തൊക്കെ? കാൽഷ്യം വരുന്നുണ്ട്. അപ്പം ഈ കാൽഷ്യത്തിനകത്ത് തന്നെ എന്തുണ്ട്, കാൽഷ്യം അയണൈസ്ഡ് ഉണ്ട്, കാൽഷ്യം ടോട്ടൽ ഉണ്ട്. അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കാൽഷ്യം അയണൈസ്ഡ്, കാർബൺ ഡയോക്സൈഡ് വരുന്നുണ്ട്, ക്ലോറൈഡ് വരുന്നുണ്ട്, ക്രിയാറ്റിനിൻ വരുന്നുണ്ട്, ഗ്ലൂക്കോസ്, പൊട്ടാസ്യം, സോഡിയം, ബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ്, യൂറിയ, നൈട്രജൻ. ഓക്കെ, ഇത്രയും ടെസ്റ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട്, ഈ മെറ്റാബോളിക് പാനലിനകത്ത് വരുന്നുണ്ട്. അപ്പം ഈ ഇത്രയും ടെസ്റ്റുകൾ ഇപ്പം നമ്മളപ്പം സെപ്പറേറ്റാണ് കോഡ് ചെയ്യുന്നതെങ്കിൽ നോക്കിയാൽ ഇത്രയും ടെസ്റ്റ് നമ്മൾ കോഡ് ചെയ്യേണ്ടി വരും. പക്ഷേ പകരം എന്താണ്, ഇതിനെ നമ്മളൊരു പാനലാക്കി വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ മെറ്റാബോളിക് പാനൽ, ബേസിക് മെറ്റാബോളിക് പാനൽ എന്ന് പറയുന്ന 80047 നമ്മൾ കോഡ് ചെയ്യുമ്പോൾ സിമ്പിളായില്ലേ. അപ്പോൾ ഇത്രയും ടെസ്റ്റ് എന്തുണ്ട്, അതിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങളൊരിക്കലും ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുകയൊന്നും വേണ്ട, കാരണം നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ
എന്താണ് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കണം. ഒരു ടെസ്റ്റ് പോലും മിസ്സാവാനോ അല്ലെങ്കിൽ കുറയാനോ കൂടാനോ ഒന്നും പാടില്ല. ഓക്കെ. ഈ ഇത്രയും ടെസ്റ്റുകൾ എന്തായിരിക്കണം ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ബേസിക് മെറ്റാബോളിക് പാനലിനെ കോഡ് ചെയ്യാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിൽ ഗ്ലൂക്കോസ് ഇല്ല. ഓക്കെ. ബാക്കി എല്ലാ ടെസ്റ്റും വരുന്നുണ്ട്. ഗ്ലൂക്കോസ് അല്ലേ ഉള്ളൂ ഇല്ലാത്തതെന്നും വെച്ചിട്ട് നമുക്ക് ബേസിക് മെറ്റാബോളിക് പാനൽ ബില്ല് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതിൽ കൊടുത്തിട്ടുള്ള എല്ലാ ടെസ്റ്റും അവിടെ പെർഫോം ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഒരു ടെസ്റ്റെങ്കിലും അഡീഷണലായിട്ടുണ്ടെങ്കിലോ അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ കോഡ് ചെയ്യുന്നത്? ഈ പാനൽ കോഡ് ചെയ്യുക, ഏത് ടെസ്റ്റാണോ അഡീഷണൽ ചെയ്തിട്ടുള്ള ആ ടെസ്റ്റിൻ്റെ അതിൻ്റെ ഇൻഡിവിജ്വൽ കോഡും കൂടി നമ്മൾ കൊടുക്കുക. അങ്ങനെയായിരിക്കണം നമ്മൾ കോഡ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി 2 പാനൽ നമുക്ക് തന്നിട്ടുണ്ടെന്ന് വെക്കുക. ഓക്കെ. ഇപ്പോൾ ഈ പേഷ്യൻറ്റിന് കോംപ്രഹെൻസീവ് മെറ്റാബോളിക് പാനലും ചെയ്തു എന്ന് പറയുകയാണ്, ദെൻ ബേസിക് മെറ്റാബോളിക് പാനലും ചെയ്തു എന്ന് പറയുക. അപ്പം 2 പാനൽസാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 2 പാനൽ ചെയ്തു, സോ 2 പാനലിൻ്റെയും കോഡ് എഴുതി വെക്കാം. അങ്ങനെ ചെയ്യരുത്. കാരണം എന്താണ്, ഈ കോംപ്രഹെൻസീവ് മെറ്റാബോളിക് പാനലിനകത്തിൽ പല ടെസ്റ്റുകൾ എവിടെയും ഉണ്ട്, ബേസിക് മെറ്റാബോളിക് പാനലിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ അതെന്താണ് അവിടെ, അത് റിപ്പീറ്റ് ആവുകയാണ്. നമുക്കങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. സോ നമുക്കങ്ങനെ കോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളെങ്ങനെ കോഡ് ചെയ്യും? ആദ്യം നോക്കേണ്ടത് ഏത് പാനലാണ് വലിയ പാനലെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഏത് പാനലാണ് വലുത്? കോംപ്രഹെൻസീവ് മെറ്റാബോളിക് പാനലാണ് വലുത്. കൂടുതൽ ടെസ്റ്റ് ഉള്ളത് ഏതിലാണ്? കോംപ്രഹെൻസീവിൽ. സോ ഏതിലാണോ കൂടുതൽ ടെസ്റ്റ് ഉള്ളത്, ഏത് പാനലാണോ വലിയ പാനൽ, നമ്മൾ അത് കോഡ് ചെയ്യുക. എന്നിട്ട് ഏതൊക്കെ ടെസ്റ്റുകളാണോ അഡീഷണൽ ആയിട്ട് വരുന്നുള്ളത് അതും കോഡ് ചെയ്യുക. അപ്പം ഇവിടെ നോക്കാമെങ്കിൽ ഇത് രണ്ടും തമ്മിൽ ഏതൊരു ടെസ്റ്റാണ് കോംപ്രഹെൻസീവ് മെറ്റാബോളിക്കിൽ വരാത്തത്? കാൽഷ്യം അയണൈസ്ഡ് എന്ന് പറയുന്നത്. ബേസിക് മെറ്റാബോളിക് പാനലിനകത്ത് ഉള്ളത് കാൽഷ്യം അയണൈസ്ഡ് ആണ്. പക്ഷേ കോംപ്രഹെൻസീവിൽ ഏതാ ഉള്ളത്? കാൽഷ്യം ടോട്ടലാണുള്ളത്. അപ്പം ഇവിടെ ഏത് ടെസ്റ്റ് വരുന്നില്ല? ഈ കോംപ്രഹെൻസീവിനകത്തിൽ കാൽഷ്യം അയണൈസ്ഡ് വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ കാൽഷ്യം അയണൈസ്ഡിനെ സെപ്പറേറ്റ് ആയിട്ട് കോഡ് ചെയ്യണം. 82330. അപ്പം ഈ സെപ്പറേറ്റ് കോഡ് കണ്ടുപിടിക്കാൻ ഇനി ബാക്കിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല, ഈ പാനലിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ അതിൻ്റെ കോഡും കൂടി നമ്മൾ എടുത്തെഴുതണം. സപ്പോസ് ഇതിൽ കാൽഷ്യം അയണൈസ്ഡ് ഇൻക്ലൂഡഡ് ആണെങ്കിൽ എന്ത് ചെയ്യണ്ട, പിന്നൊന്നും നമ്മൾ കോഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. പക്ഷെ ഇവിടെ അയണൈസ്ഡ് കാൽഷ്യം ഇല്ലാത്തത് കൊണ്ട് മാത്രം നമ്മൾ അതിനെയും കൂടെ സെപ്പറേറ്റ് കോഡ് ചെയ്യണം. അപ്പോൾ 2 പാനൽ തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം കോഡ് ചെയ്യേണ്ടത്. വലിയ പാനൽ കോഡ് ചെയ്യുക, ദെൻ ചെറിയ പാനലിൻ്റെ അതിൽ വരുന്ന എക്സ്ട്രാ ടെസ്റ്റുകളും കോഡ് ചെയ്യുക. ഓക്കെ. നമ്മൾ സ്ഥിരമായിട്ട് പേഷ്യൻസിനൊക്കെ ചെയ്യുന്ന പാനൽസാണ് എന്ത്? ലിപ്പിഡ് പാനൽ, റീനൽ ഫങ്ഷന്, ഹെപ്പാറ്റിക് ഫങ്ഷന്. നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, നമുക്ക് കൊളസ്ട്രോളും ഒക്കെ ഹൈ ആകുമ്പം ഡോക്ടേഴ്സ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നൊരു ടെസ്റ്റാണ് എന്ത്? ലിപ്പിഡ് പാനൽ എന്നൊക്കെ പറയുന്നത്. പിന്നെ അതേപോലെ നമ്മുടെ റീനൽ സംബന്ധമായിട്ട്, കിഡ്നി ഒക്കെ സംബന്ധമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് റീനൽ ഫങ്ഷൻ ടെസ്റ്റ്. പിന്നെ ലിവർ, അപ്പം ഹെപ്പാറ്റിക് ഫങ്ഷൻ, ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഓർ ഹെപ്പാറ്റിക് ഫങ്ഷൻ പാനൽ, ഇതൊക്കെ. അപ്പം ഇതിനെയൊക്കെ പറ്റി നിങ്ങൾക്കൊരു ചെറിയൊരു ഐഡിയ ഉണ്ടായാൽ മതി. ബാക്കിയെല്ലാം നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? കോഡ് ചെയ്യുക. അപ്പം നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഈ പാനലിനകത്തുള്ള ടെസ്റ്റുകൾ ഇങ്ങനെ ചിലപ്പോൾ പാനലെന്ന് പറയില്ല, ഇങ്ങനെ നിരത്തി പിടിച്ച് എഴുതിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ പാനലിനകത്തിലും നോക്കുക ഈ പറയുന്ന ടെസ്റ്റുകളെല്ലാം ഉണ്ടോ. അപ്പം അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ടെസ്റ്റെങ്കിലും മിസ്സാവുന്നുണ്ടോ? ഫുൾ ടെസ്റ്റും വരുന്നുണ്ടെങ്കിൽ മാത്രമേ അപ്പോൾ എന്ത് ചെയ്യാവുള്ളൂ? പാനൽ എടുത്ത് എഴുതാവുള്ളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അടുത്ത് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുവാണ്, റീനൽ ഫങ്ഷൻ ടെസ്റ്റ് തന്നെ ആയിക്കോട്ടെ. അതിൽ നിങ്ങൾക്ക് നിങ്ങൾ നോക്കുമ്പോൾ ആൽബുമിൻ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, ക്രിയാറ്റിൻ ഉണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, സോഡിയം ഉണ്ട്, യൂറിയ, നൈട്രജൻ ഉണ്ട്. അപ്പം നമ്മൾ ആ ഒരു എക്സാം എഴുതുമ്പോൾ ഉള്ള ആ ഒരു ഹറിയിൽ വെപ്രാളം പിടിച്ചിട്ട് ഓക്കെ റീനൽ ഫങ്ഷൻ്റെ എല്ലാം ഉണ്ട്, അപ്പോൾ 80069 എടുത്ത് എഴുതരുത്. ഇപ്പം ഞാൻ പറഞ്ഞതിനകത്ത് എന്ത് മിസ്സിങ് ആയിരുന്നു? ക്ലോറൈഡ് മിസ്സിങ് ആയിരുന്നു. ഓക്കെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു പാനൽ നമുക്ക് കോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ സെപ്പറേറ്റ് കോഡുകൾ ഉണ്ടെങ്കിൽ അത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കിക്കേ, ഡു നോട്ട് റിപ്പോർട്ട് 2 or more panel codes that include any of the same constituent tests performed from the same patient collection. If a group of tests overlaps 2 or more panels, report panel that incorporates the greater number of tests to fulfill the code definition and report the remaining tests using individual test codes. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല? നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ.
അതിന് എക്സാമ്പിളാണ് ആ പറഞ്ഞേക്കുന്നത്. നമ്മൾ പറഞ്ഞത് തന്നെ 80047ഉം 80053യും കൂടെ എന്ത് ചെയ്യരുത്, ഒരുമിച്ച് കോഡ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ. കാരണം എന്താണ്, സെയിം ടെക്സ്റ്റുകൾ അതിനകത്തുള്ളത്. സോ നമുക്ക് ഒരുമിച്ച് കോഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞില്ലേ, അത്രയേ ഉള്ളൂ. നമ്മുടെ ടെക്സ്റ്റിലുള്ള ആ ഒരു ഡെഫിനിഷൻ ഞാനിവിടെ കൊടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രെൻഡ് ഹാഡ് ദ ഫോളോയിങ് ലാബ് ടെസ്റ്റ്: calcium ionized, carbon dioxide, chloride, creatinine, glucose, potassium, sodium, urea, nitrogen. How should you report Brent's lab work? Simple, just ഒരു ബേസിക് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞത് തന്നെ. അപ്പം നമ്മൾ എക്സാമിന് ഇപ്പോൾ ആണിത് ചോദിക്കുന്നതെങ്കിൽ ഇത്രയും തന്നു, പെട്ടെന്ന് നമ്മൾ ഓർത്ത് വെക്കുന്നൊന്നുമില്ല, അയ്യോ ഇത് ഏതാണ്, ബേസിക് മെറ്റാബോളിക് ആണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ വേഗം വരിക, നോക്കുക. ഓക്കെ, ഏത് പാനലിലാണ് ഇതെല്ലാം കൂടി വരുന്നതെന്ന്. അപ്പോൾ അത് 80047 ആണ്. അത് നമ്മൾ ആൻസർ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഓപ്ഷൻ ബി നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു, കാരണം അവിടെ മോഡിഫയർ 52 യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് 48 നോക്കുക. 48 നോക്കുമ്പം അവിടെ എന്താണ്, കാൽഷ്യം ടോട്ടലാണ്. നമുക്ക് എന്താ ചോദിച്ചിട്ടുള്ളത്, അയണൈസ്ഡ് ആണ്. സോ അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എയെ എലിമിനേറ്റ് ചെയ്യാം. ദെൻ സിക്ക് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും നിങ്ങൾ ഈ ഇൻഡിവിജ്വൽ നോക്കുന്നതിന് മുന്നേ പാനലൊന്ന് നോക്കുക. കാരണം അതല്ലേ കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ പാനലിനകത്ത് എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ അതങ്ങ് കോഡ് ചെയ്യുക. ഇല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, പിന്നെ ഓപ്ഷൻ സി എടുക്കാം. ഇപ്പോൾ ഈ 47 ഏതെങ്കിലും ഒരു കോഡ് മിസ്സിംഗ് ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കാമല്ല, വേഗം നമുക്കങ്ങ് ഓപ്ഷൻ സി എടുക്കാം. ഓക്കെ, അതാണ് എൻ്റെ ആൻസർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫിസിഷ്യൻ ഓർഡേഴ്സ് എ കോംപ്രഹെൻസീവ് മെറ്റാബോളിക് പാനൽ ബട്ട് ഓൾസോ വാണ്ട്സ് ബ്ലഡ് വർക്ക് ഓൺ കാൽഷ്യം അയോൺസ് ആൻഡ് ഓൾസോ ഓർഡേഴ്സ് എ ബേസിക് മെറ്റാബോളിക് പാനൽ. സെലക്ട് ദ കോഡ് ഓൺ ഹൗ ദിസ് ഈസ് റിപ്പോർട്ടഡ്. ഇതും നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പം ഒരു ഫിസിഷ്യൻ എന്ത് പറഞ്ഞു ഒരു പേഷ്യൻറ്റിന്? ഫസ്റ്റ് കോംപ്രഹെൻസീവ് മെറ്റാബോളിക് പാനൽ പറഞ്ഞു. അന്നേരമാണ് അയാൾക്ക് തോന്നുന്നത് എന്ത്, ഈ പേഷ്യൻറ്റിന് എന്തും കൂടി വേണമെന്ന്, കാൽഷ്യം അയണും കൂടി വേണം. കാരണം എന്താണ്, കോംപ്രഹെൻസീവിനകത്ത് വരുന്നത് കാൽഷ്യം ടോട്ടലേ ഉള്ളൂ. അപ്പം കാൽഷ്യം അയണും കൂടി വേണം തോന്നിയിട്ട് അയാൾ എന്ത് പറഞ്ഞു, ബേസിക് മെറ്റാബോളിക് പാനലും കൂടെ ഓർഡർ ചെയ്തു. അപ്പോൾ ഫിസിഷ്യൻ പൊട്ടനാണെന്ന് വെച്ചിട്ട് ഉടനെ പോയിട്ട് എന്ത് ചെയ്യരുത്, 80053യും 80047ഉം കൂടെ എടുത്ത് നമ്മൾ കോഡ് ചെയ്യരുത്. ഫിസിഷ്യൻ അങ്ങനെ പറഞ്ഞു, ഫിസിഷ്യൻ അങ്ങനെ പറയാം. പക്ഷേ നമുക്കങ്ങനെ കോഡ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഗൈഡ് ലൈൻ പ്രകാരം നമുക്കങ്ങനെ കോഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഓപ്ഷൻ എ നോക്കിക്കുക, അതെന്താണ്, ഓപ്ഷൻ എ റോങ് ആണ്. രണ്ടും കൂടി എടുത്ത് കോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓപ്ഷൻ ബി നോക്കാമെങ്കിൽ 80053 മാത്രം കോഡ് ചെയ്ത് വെച്ചേക്കുന്നത്, അതും പറ്റില്ല. കാരണം എന്താണ്, അവിടെ നമുക്ക് കാൽഷ്യം അയൺ മിസ്സിങ് ആണ്. അപ്പോൾ അതും പറ്റില്ല. ഇനി സി നോക്കിക്കേ, സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. അത് അങ്ങനെയാണോ നമ്മൾ കോഡ് ചെയ്യുന്നത്? അല്ല. നമ്മൾ എന്ത് പറഞ്ഞു, ആദ്യം വലിയ പാനൽ കോഡ് ചെയ്യുക, ദെൻ മിസ്സിങ് ആയിട്ടുള്ള 82330. ഓക്കെ, നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ആയിപ്പോയി നമ്മുടെ ക്വസ്റ്റ്യന്. അപ്പം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മെറ്റാബോളിക് പാനൽസ് അല്ല, പാനൽസിനെ കോഡ് ചെയ്യേണ്ടത്. ഇവിടെ ആൻസർ എന്ത് തന്നെയാണ്, ഓപ്ഷൻ ഡി ആണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡ്രഗ് അസേ. ഇവിടെ ഈ ഡ്രഗ് അസേയുടെ അണ്ടറിൽ 2 ടോപ്പിക്കാണ് വരുന്നത്, പ്രിസംപ്റ്റീവ് ഡ്രഗ് ക്ലാസും ഡെഫിനിറ്റീവ് ഡ്രഗ് ക്ലാസും. എന്താണ് ഡ്രഗ് അസേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ബ്ലഡിൽ അല്ല നമ്മുടെ ബോഡിയിൽ ഡ്രഗിൻ്റെ സാന്നിധ്യം കണ്ടെത്തുക. ഓക്കെ, ഡ്രഗ് ടെസ്റ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു 2ആയിട്ട്. അപ്പം ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, പ്രിസംപ്റ്റീവ് ഡ്രഗ് ക്ലാസ് സ്ക്രീനിങ്. അപ്പം ഇതിലെന്താ വരുന്നത്, ഇതിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഡ്രഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നു. അതാണ് പ്രിസംപ്റ്റീവ് ഡ്രഗ് ക്ലാസ് സ്ക്രീനിങ്. ദെൻ ഡെഫിനിറ്റീവ് ഡ്രഗ് ടെസ്റ്റിൽ എന്താ വരുന്നത്, ഒരു പെർട്ടിക്കുലർ ഡ്രഗിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഈ പ്രിസംപ്റ്റീവ് ഡ്രഗ് ക്ലാസ്സിനകത്ത് വരുന്ന ഡ്രഗ് ക്ലാസ് സ്ക്രീനിങ്ങിനകത്ത് വരുന്ന ഫസ്റ്റ് കോഡ് എന്ന് പറയുന്നത് 80305 ആണ്. അതെന്താ പറയുന്നത്, ഡ്രഗ് ടെസ്റ്റാണ്. പ്രിസംപ്റ്റീവ്, any number of drug classes, any number of devices or procedures capable of being read by direct optical observation only. ഓക്കെ, അപ്പം ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് എനി നമ്പർ ഓഫ് ഡിവൈസസ്, എനി നമ്പർ ഓഫ് പ്രൊസീജിയേഴ്സ് എന്നൊക്കെ, എനി നമ്പർ ഓഫ് ഡ്രഗ് ക്ലാസ്സസ് എന്നൊക്കെ. സോ ദറ്റ് മീൻസ്
എത്ര നമ്പർ ഉണ്ടായാലും നമുക്ക് ഏതൊരു കോഡ് മതി, 80305 എന്ന് പറയുന്ന ഒരൊറ്റ കോഡ് മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ 2 എണ്ണം ഉണ്ട് 3 എണ്ണം ഉണ്ടെന്ന് കരുതിയിട്ട് മറ്റ് കോഡിങ്ങിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ × 2 × 3 ഇട്ടിട്ട് നമ്മൾ ഇതിനെ ചെയ്യാൻ പാടില്ല. അപ്പം നിങ്ങൾ ഇതിനകത്തുനിന്നൊരു ക്വസ്റ്റ്യൻ, ഇത് റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരുന്നു, അപ്പോൾ 80305 ഒപ്പം × 2 3 4 എന്ന് കണ്ട സ്പോട്ടിൽ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ എന്ത് ചെയ്തേക്കണം, എലിമിനേറ്റ് ചെയ്തേക്കണം. ഒരിക്കലും ഈ കോഡിനെ എന്ത് ചെയ്യാൻ പാടില്ല, മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പം ഈ കോഡിനകത്ത് എന്തോ പറയുന്നത്, ഇനി നമ്പർ ഓഫ് ഡ്രഗ് ക്ലാസ്സസ്, ഇനി നമ്പർ ഓഫ് ഡിവൈസസ് ഓർ പ്രൊസീജിയേഴ്സ് ഡയറക്റ്റ് ഒപ്റ്റിക്കൽ ഒബ്സർവേഷനിലൂടെ മാത്രമാണെങ്കിൽ നമുക്ക് ഈ കോഡ് എടുക്കാൻ പറ്റും. ഓക്കെ, പ്രത്യേകിച്ച് മെഷീൻ്റെ ഒന്നും ഹെൽപ്പില്ലാണ്ട് ചെയ്യുവാണെങ്കിലാണ് നമ്മൾ 80305 എടുക്കുന്നത്. ഇനി 80306 എന്താണ്, റെഡ് ബൈ ഇൻസ്ട്രുമെൻ്റ് അസിസ്റ്റൻറ്റ് ഡയറക്റ്റ് ഒപ്റ്റിക്കൽ ഒബ്സർവേഷൻ. അപ്പം ഇവിടെ എന്തുണ്ട്, ഇൻസ്ട്രുമെൻ്റ് അസിസ്റ്റഡ് ഡയറക്റ്റ് ഒപ്റ്റിക്കൽ ഒബ്സർവേഷനാണ്. ഓക്കെ, മറ്റേടത്ത് എന്തായിരുന്നു, ജസ്റ്റ് ഡയറക്റ്റ് ഒപ്റ്റിക്കൽ ഒബ്സർവേഷൻ ആണെങ്കിൽ ഇവിടെ ഇൻസ്ട്രുമെൻ്റ് അസിസ്റ്റഡ് ആണ്. ഇനി ബൈ ഇൻസ്ട്രുമെൻറ്റ് കെമിസ്ട്രി അനലൈസേഴ്സ് ആണെങ്കിൽ, ഓക്കെ, ഇൻസ്ട്രുമെൻറ്റ് കെമിസ്ട്രി അനലൈസേഴ്സ്, അതായത് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് മറ്റേ എലിസ. അപ്പോൾ ഇതേപോലത്തെ കെമിസ്ട്രി അനലൈസേഴ്സ് യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്തു എന്ന് പറയുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 80307 എടുക്കണം. ഓക്കെ, ഇതാണ് ഈ 3 കോഡുകളും തമ്മിലുള്ള വ്യത്യാസം. അപ്പം നിങ്ങൾ അത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക, ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നതെന്ന്. അതനുസരിച്ചിട്ട് വേണം ഈ 3-ൽ ഏത് കോഡ് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കാൻ. ഓക്കെ, ഇനി എന്താ വരുന്നത്, ഡെഫിനിറ്റീവ് ഡ്രഗ് ടെസ്റ്റിങ്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കാമെങ്കിൽ കുറേ കൊടുത്തിട്ടുണ്ട്, ഓരോ സംഭവങ്ങൾ, ലൈക്ക് ആൽക്കഹോൾസ്, പിന്നെന്താണ് ആൻറ്റി ഡിപ്രസൻറ്റ്, അങ്ങനെ ആ ഡ്രഗിൻ്റെ പേര് കൃത്യമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കോഡും കൂടി കൊടുക്കണം. അപ്പം എങ്ങനെയായിരിക്കും വരിക, ഈ മെത്തേഡ് ഏതാണോ അതനുസരിച്ച് ഒന്നെങ്കിൽ 305 വരും, അല്ലെങ്കിൽ 306 വരും, 307 വരും. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഏത് കോഡാണ്, ഫോർ എക്സാമ്പിൾ ആൽക്കഹോളാണ്, അത് ആൽക്കഹോൾ ബയോമാർക്കേഴ്സ് 1 or 2 ആണെന്നുണ്ടെങ്കിൽ ഏതാ പറഞ്ഞേക്കുന്നത്, 80321 പറയും. അപ്പം നമ്മൾ അത് രണ്ടും കൂടി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കോഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതും അത്ര വലിയ സംഭവമൊന്നുമല്ല, സിമ്പിൾ തന്നെയാണ്. നിങ്ങളിതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഇങ്ങനെയാണ് കോഡ് ചെയ്യുക എന്നുള്ളത്. ഉണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റിൽ തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട്, നോക്കി കറക്റ്റായിട്ട് കോഡ് എടുത്താൽ മാത്രം മതി. പിന്നെ അതേപോലെ നിങ്ങൾ ഇതിനകത്ത് ഈ ചാപ്റ്ററിനകത്തിൽ ഇവിടെ അല്ലെങ്കിൽ ഈ ചാപ്റ്റർ മൊത്തത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട 2 ടേംസാണ് ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും. ഓക്കെ, അപ്പം എന്തായി ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പം ഇപ്പം എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ ഒരു ഡ്രഗ് അത് പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ എന്ന് മാത്രമാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റിലൂടെ നോക്കുന്നത്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിലോ ഈ ആൽക്കഹോൾ തന്നെ എടുക്കാം നമുക്ക്. അപ്പം എത്രത്തോളം ആൽക്കഹോൾ പ്രസൻ്റാണ്, ഓക്കെ, അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മളവിടെ നോക്കുന്നത്. അപ്പോൾ ആ ടേമിൽ തന്നെ ഉണ്ട് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്താണ് ക്വാണ്ടിറ്റി, അപ്പം ഡ്രഗിൻ്റെ എത്രത്തോളം ഉണ്ടെന്നുള്ള അളവ്. ക്വാളിറ്റി ആണെങ്കിൽ ജസ്റ്റ് വെദർ ഇറ്റ് ഈസ് ആബ്സെൻസ് ഓർ പ്രസൻറ്റ്, അത്രയും മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, മൈൻഡിൽ വെച്ചേക്കുക. ഇനി ഇതിനൊരു എക്സാമ്പിൾ നോക്കിക്കേ. 18-year-old female with a history of depression comes into the ER in a coma. The ER physician orders a drug screen on antidepressants, phenothiazines and benzodiazepines. The lab performs a screening for each single drug class using a immunoassay in a random access analyzer. Presence of antidepressants is found and a drug confirmation is performed to identify the particular antidepressant. What correct CPT codes are reported? അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഒരു ഫീമെയിൽ പേഷ്യൻ്റ്, ആ പേഷ്യൻറ്റിന് എന്തിൻ്റെ ഹിസ്റ്ററി ഉള്ളതാണ്, ഡിപ്രഷൻ്റെ ഹിസ്റ്ററി ഉള്ളതാണ്. ഓക്കെ, അപ്പം ദാറ്റ് മീൻസ് അങ്ങനെ ഡിപ്രഷൻ ഹിസ്റ്ററി ഉള്ള ഒരു പേഷ്യൻ്റ് ആകുമ്പോൾ ആ പേഷ്യൻ്റ് എന്തെടുക്കുന്നുണ്ടാവും, ആൻറ്റി ഡിപ്രസൻ ഏജൻറ്റ്സ് എടുക്കുന്നുണ്ടാവും അല്ലേ.
അപ്പം ഈ പേഷ്യൻ്റ് ഏത് സ്റ്റേജിലാണ് വന്നത്? കോമ സ്റ്റേജിലാണ് വന്നത്. അപ്പം തന്നെ ഫിസിഷ്യന് ഒരു ഡൗട്ട്, എന്തായിരിക്കാം ഇതിൻ്റെ റീസൺ? അവൾ കഴിക്കുന്ന മെഡിസിൻസ് അളവ് കൂടിയിട്ടാവാം അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രഗ് സ്ക്രീനാണ് ഫിസിഷ്യൻ ഓർഡർ ചെയ്യുന്നത്. അപ്പം ആൻറ്റി ഡിപ്രസൻസ് ആണ് നോക്കുന്നത്. അതിലേതൊക്കെയാണ്? ഫീനോതയാസിനും ബെൻസോഡയാസെഫിനുമാണ് നോക്കാൻ പറയുന്നത്. അപ്പം ഇവിടെ സിംഗിൾ ഡ്രഗ് ക്ലാസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ്? ഇമ്മ്യൂണോ അസേ ഇൻ എ റാൻഡം ആക്സസ് അനലൈസർ എന്ന് എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോരോ കോഡായിട്ട് നോക്കാം. ഓപ്ഷൻ എ നോക്കിക്കേ, 80307 ആണ് പറയുന്നത്. അപ്പം ഈ 80307 ആകുമ്പോൾ എന്താണ് അവിടുത്തെ പ്രത്യേകത? ഇൻസ്ട്രുമെൻറ്റ് കെമിസ്ട്രി അനലൈസർ യൂസ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്ത് പറയുന്നുണ്ട്? റാൻഡം ആക്സസ് അനലൈസർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം എന്താണ് 80307 നമുക്ക് എടുക്കാൻ പറ്റും. കാരണം അനലൈസർ യൂസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 305 306 എടുക്കാൻ പറ്റില്ല. അന്നേരം നമ്മൾ എടുക്കേണ്ട കോഡ് 307 ആണ്. അപ്പോൾ അതെന്താണ്? അത് കറക്റ്റാണ്. ഓക്കെ, ഇനി 80338 അതെന്താ പറയുന്നത്? അത് ആൻറ്റി ഡിപ്രസൻസ് ആണ്, നോട്ട് അതർവൈസ് സ്പെസിഫൈഡ് ആണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് മാച്ചിങ് ആവുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരാം, എന്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2 ഡ്രഗിൻ്റെ കാര്യം പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇനി രണ്ടിനും കൂടെ 2 തവണ കോഡ് ചെയ്യണോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ചിലപ്പം വരാം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ 3 കോഡുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. എത്ര ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറ്റ കോഡ് നമുക്ക് യൂസ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് റോങ് ആണ്. കാരണം എന്താണ്? 307 ഒപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? × 2 കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് അത് നമ്മുടെ ആൻസർ അല്ല, അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി നോക്കിക്കേ 306 വരുമോ? വരത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? അവിടെ അനലൈസർ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്ത് പറയുന്നുണ്ട്? റാൻഡമായിട്ടൊരു ആക്സസ് അനലൈസർ യൂസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. സോ 306 അല്ല. അതേപോലെ തന്നെയാണ് ഓപ്ഷൻ ഡിയും എന്ത്? 305 ഒട്ടും തന്നെ അല്ല അല്ലേ? അവിടെ എന്താണ്? അവിടെ നമ്മൾ ഒരു തരത്തിലുമുള്ള ഇത് യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഡയറക്റ്റ് ഒപ്റ്റിക്കൽ ഒബ്സർവേഷൻ ആണെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? 305 യൂസ് ചെയ്യാൻ പറ്റൂ. സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പം ഇങ്ങനെ വേണം ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ചെയ്യാൻ. ഓക്കെ, അപ്പം ഈ ഒരു 2 ടോപ്പിക്ക് ഇന്നിപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് 2 ടോപ്പിക്കാണ്, സിമ്പിളായിട്ടുള്ള 2 ടോപ്പിക്കാണ്. ഈ 2 ടോപ്പിക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാലൻസ് ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതേപോലെ കുറച്ച് ചെറിയ വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.